അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ടയിൽ കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ 32.41 കിലോ കഞ്ചാവ് പ്രതീകാത്മകമായി കത്തിച്ചു പോലീസ്. ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് പോലീസ് സംഘടിപ്പിച്ചത്. ജില്ലയിലെ തിരുവല്ല, ഏനാത്ത്, ഇലവുംതിട്ട, പത്തനംതിട്ട, പെരുമ്പട്ടി എന്നീ സ്റ്റേഷനുകളിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പിടികൂടി കോടതി നടപടികൾ പൂർത്തിയാക്കിയ കഞ്ചാവാണ് കത്തിച്ചത്. ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വളപ്പിൽ പ്രതീകാത്മകമായി കഞ്ചാവ് നശിപ്പിക്കുകയായിരുന്നു. 6 ലക്ഷത്തിലധികം രൂപ വില വരുന്ന കഞ്ചാവാണ് കോടതിയുടെ അനുവാദത്തോടെ നശിപ്പിച്ചത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ നടപടിക്രമം പൂർത്തിയാക്കിയ 100 കിലോ കഞ്ചാവ് പോലീസ് നശിപ്പിച്ചിരുന്നു. കേവലം ഒരു ദിനാചരണം എന്നതിലുപരി ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന് വിപുലമായ പരിപാടികളാണ് ജില്ലാ പോലീസ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ഡി അനിൽ പറഞ്ഞു. കോടതിയിൽ നടപടിക്രമം പൂർത്തിയായതിനു ശേഷം കോടതി നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ അനുവാദം തരുമ്പോഴാണ് നമ്മൾ ആ കൺസേൺഡ് ടൈം നമ്പറിൽ ഉൾപ്പെട്ട ഈ കഞ്ചാവ് കത്തിക്കുന്നത്. ഈ വർഷം മുമ്പ് ഒരു 100 കിലോ നമ്മൾ കത്തിച്ചിരുന്നു. അതിനകത്ത് ശേഷമാണ് ഈ 34 കിലോ നമ്മൾ കത്തിച്ചത്. ദിനാചരണത്തോടനുബന്ധിച്ച് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ജീവനക്കാർ, വിവിധ പോലീസ് യൂണിറ്റുകൾ, വനിതാ സെൽ, വനിതാ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, SPC കേഡറ്റുകൾ എന്നിവർ ചേർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. തുടർന്ന് SPC കേഡറ്റുകളുടെ ഫ്ലാഷ് മോബ്, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം തുടങ്ങിയ പരിപാടികളും നടന്നു. ഈ മാസം ആദ്യം മുതൽ തന്നെ ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് ജില്ലയിൽ നടന്നുവരുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.